മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഇന്നലെ ഗോവിന്ദമാഷ് ഉൾപ്പെടെ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് വീണ്ടും പറയുന്നു, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടത്തുന്നത്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന സംസ്ഥാനവും കേരളമാണ്. ആ കണക്ക് സാങ്കേതികമായ ഒരു പച്ചക്കള്ളമാണ്. ഇവിടെ ഗവൺമെന്റ് സാങ്കേതികമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ എല്ലാ നിയമനങ്ങളും PSC അല്ല നടത്തുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിയമനങ്ങളിൽ പലതും ബോർഡുകൾ നടത്തുന്ന നിയമനങ്ങളുണ്ട്. ഉദാഹരണത്തിന് സർക്കാർ സർവീസുകളിലേക്കുള്ള അധ്യാപകരുടെ നിയമനം നടത്തുന്നത് കേരളത്തിനകത്ത് PSC ആണ്. എന്നാൽ തമിഴ്നാട്ടിൽ നടത്തുന്നത് ടീച്ചേഴ്സ് റിക്രൂട്ട്മെന്റ് ബോർഡാണ്. KSRTCയിലെ നിയമനം നടത്തുന്നത് PSC ആണ്. എന്നാൽ കർണാടകയിൽ അതിന്റെ നിയമനം നടത്തുന്നത്, കർണാടക സ്റ്റേറ്റ് സർവീസ് കോർപ്പറേഷന്റെ നിയമനം നടത്തുന്നത് അവിടെ ബോർഡാണ്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ ബോർഡുകൾ നടത്തുന്ന നിയമനങ്ങൾ കൂടിയുണ്ട്. അവിടങ്ങളെല്ലാ നിയമനങ്ങളും PSCക്ക് വിട്ടിട്ടില്ല. സ്വാഭാവികമായും മറ്റു സംസ്ഥാനങ്ങളിലെ നിയമനങ്ങളും കേരളത്തിനകത്ത് PSCയുടെ നിയമനങ്ങളും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എല്ലാ നിയമനങ്ങളും PSC മുഖാന്തരമായതുകൊണ്ട് കേരളത്തിലെ നിയമനങ്ങളിൽ എണ്ണക്കൂടുതൽ കാണും. അതിനർത്ഥം ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് പറയുന്നതല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇത്ര ലക്ഷം അഡ്വൈസ് മെമ്മോ അയച്ചു എന്നുള്ളതാണ്. അഡ്വൈസ് മെമ്മോയുടെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് ജോലി നൽകിയെന്ന് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഒരു പരീക്ഷയിൽ ഒരാൾ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കുന്നു. സമാനമായ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ സമാനമായി മറ്റു പല പരീക്ഷകളും ഉയർന്ന റാങ്കുകൾ കരസ്ഥമാക്കാറുണ്ട്. അപ്പോൾ ഒരു 10 പേർക്ക് അഡ്വൈസ് മെമ്മോ അയച്ചാൽ അതിൽ ഒരാൾ മാത്രമാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ബാക്കി 9 അഡ്വൈസ് മെമ്മോകളും NJD ആയി മാറുകയാണ്. ആ NJD ആയി മാറുന്ന 9 ആളുകൾക്ക് പകരമായി വീണ്ടും 9 അഡ്വൈസ് മെമ്മോ അയക്കും. അപ്പോൾ 19 അഡ്വൈസ് മെമ്മോ അയക്കുമ്പോൾ അവിടെ കയറുന്നത്, ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് വെറും 2 പേർ മാത്രമാണെന്നിരിക്കെ അഡ്വൈസ് മെമ്മോയുടെ എണ്ണം 19, ജോലിയിൽ പ്രവേശിച്ചവരുടെ എണ്ണം 2 ആയിരിക്കും. അപ്പോൾ അഡ്വൈസ് മെമ്മോയുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ച് വളരെ അധികമായി പെരുപ്പിച്ച് കാണിക്കപ്പെടുന്ന ഒരു കണക്കാണ്. അഡ്വൈസ് മെമ്മോയുടെ എണ്ണം കാണിച്ച് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകിയതെന്ന് പറയുന്ന DYFIയും CPM ഒക്കെ ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ തന്നെ, സംസ്ഥാന ഗവൺമെന്റ് ഒക്കെ തന്നെ എത്ര സ്പാർക്ക് ഐഡി ക്രിയേറ്റ് ചെയ്തു എന്ന് പറയാൻ വേണ്ടി തയ്യാറാകണം. എത്ര നിയമനം നടപ്പിലാക്കി എന്നുള്ളതിനുള്ള മറുപടി എത്ര അഡ്വൈസ് മെമ്മോ കൊടുത്തു എന്നുള്ളതല്ല, എത്ര സ്പാർക്ക് ഐഡി ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് കണക്ക് പുറത്തുവിടാൻ തയ്യാറായാൽ ആ പറയുന്ന കണക്കിലെ കള്ളം കേരളത്തിലെ ജനതയ്ക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടായാലും താൽക്കാലിക നിയമനങ്ങളുമായി ബന്ധപ്പെട്ടാലും ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമീപനം കടുത്ത യുവജന വിരുദ്ധമാണ്. കടുത്ത യുവജന വിരോധമുള്ള നടപടികളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റഷീദ ഒരു എക്സാമ്പിൾ മാത്രമാണ്. 1ാം റാങ്ക് കരസ്ഥമാക്കിയിട്ട് പോലും അവർക്ക് ജോലി ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ റാങ്ക് പട്ടികയിലുള്ള ഒരാൾക്ക് പോലും ജോലി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ആ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിച്ചു. സമാനമായ രീതിയിൽ കേരളത്തിലെ പല റാങ്ക് പട്ടികകളുടെയും കാലാവധി അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. ആ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പലരുടെയും സംബന്ധിച്ച് അവരുടെ പ്രായം ഇനി ഒരു മത്സര പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കുന്ന പ്രായത്തിലല്ല അവരൊന്ന് നിൽക്കുന്നത് തന്നെ. അപ്പോൾ അവർക്ക് ഇനി ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനോ എഴുതാനോ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ അവരുടെ ജീവിതത്തിൽ വളരെ കാലങ്ങളോളം പരീക്ഷ എഴുതി പഠിച്ച് പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർക്കുണ്ടാകുന്ന വലിയ നിരാശാബോധം വളരെ വലുതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ചെറുപ്പക്കാരൊക്കെ നാട് വിട്ടു പോകുന്നതിന്റെ കാരണം സർക്കാരിന്റെ ഈ അപ്രഖ്യാപിതമായ നിയമന നിരോധനവും ബന്ധു നിയമനങ്ങളും തന്നെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അല്ല, ഇത് റയർ സബ്ജക്റ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ സമാനമായ രീതിയിൽ എത്രയോ റാങ്ക് പട്ടികയിലെ ആളുകൾ വേറെയും ഉണ്ട്. ഇവിടെ റഷീദയുടെ വിഷയം മാത്രമല്ലോ, സമാനമായ റാങ്ക് പട്ടികയിൽ പേരുൾപ്പെട്ടിട്ടും നിയമനം നടത്താതെ പോകുന്ന എത്രയോ വിഷയങ്ങൾ വേറെ നിൽക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാരുടെ വിഷയത്തിൽ ഉൾപ്പെടെ സംസ്ഥാന ഗവൺമെന്റ് ഒരു തീരുമാനമെടുക്കുന്നതിൽ, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു തീരുമാനമെടുക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് എത്ര കാലമായി വലിച്ചിഴച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു, എത്രയോ കാലമായി അത് വലിച്ചിഴച്ച് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ അധ്യാപക നിയമനത്തിൽ ഇത് ഒരുപാട് കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ന്യായമാണ്. അധ്യാപക നിയമനത്തെ സംബന്ധിച്ച് ഭിന്നശേഷിക്കാരുടെ നിയമനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നൽകാൻ സാധിക്കാത്തതെന്ന് ഒരുപാട് കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ന്യായം മാത്രമാണ്. അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനില്ലേ? അപ്പോൾ അത് പരിഹരിക്കുന്നതിന് ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആളുകൾ ഇവിടെ പരീക്ഷ എഴുതി പാസ്സായി കാത്തിരിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന്റെ ഒരു വലിയ കാലഘട്ടം നഷ്ടപ്പെട്ടു പോകുമ്പോഴും സാങ്കേതികമായ മറുപടികൾ പറഞ്ഞ് അതിനെ അതിജീവിക്കാമെന്നുള്ളത് സർക്കാരിന്റെ ഒരു വ്യാമോഹം മാത്രമാണ്. കേരള ജനത അത് തിരിച്ചറിയുന്നുണ്ട്. ജനകീയമായ വലിയ പ്രതിഷേധങ്ങൾ അതിന്റെ ഭാഗമായി ഉയർന്നു വരും. ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴുള്ള ഒരു പ്രത്യേക യൂത്ത് കോൺഗ്രസിനുള്ള പ്രത്യേക ഒരു ആരോപണമാണോ ഇത്? അല്ല, ഇതിനു മുമ്പ് ഉണ്ടായിട്ടും താങ്കൾ റാങ്ക് ലിസ്റ്റിനെ കുറിച്ചൊന്നും പ്രതികരിച്ച് കണ്ടില്ല. ഞാൻ ഇതിനോടകം നടത്തുന്ന 6ാമത്തെ പത്രസമ്മേളനമാണ് ഈ PSCയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന 6ാമത്തെ പത്രസമ്മേളനമാണ്. അങ്ങയുടെ ഉൾപ്പെടെ മാധ്യമ സ്ഥാപനത്തിന്റെ ആർക്കൈവ്സിൽ അത് ഉണ്ടാകണം. ഞാൻ ഈ പത്രസമ്മേളനങ്ങൾ നടത്തിയതിന് ശേഷമാണ് പല PSC ഉദ്യോഗാർത്ഥികളും ഞങ്ങളെ നേരിൽ വന്ന് കണ്ട് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. പല മാധ്യമ പ്രവർത്തകർക്കും അവർ നൽകിയ വിവരാവകാശ നിയമപ്രകാരം അവർ തന്നെ ശേഖരിച്ച വിവരങ്ങൾ ഒരുപാട് ഞങ്ങൾ തന്നെ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ നൽകുന്ന സാഹചര്യങ്ങളുണ്ടായി. അവർ തന്നെ നൽകിയ വിവരങ്ങൾ അനുസരിച്ചിട്ടാണ് നിയമസഭയ്ക്കകത്ത് ചോദ്യങ്ങൾ ചോദിപ്പിക്കാൻ വേണ്ടിയും യൂത്ത് കോൺഗ്രസിന്റെ ഇടപെടലുണ്ടായി.
ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലേക്ക് തയ്യാറായി കടന്നു വരുന്ന ആളുകൾക്ക് നിയമസഹായം ഉൾപ്പെടെ ഇതിനു മുമ്പുള്ള പത്രസമ്മേളനം ഞങ്ങൾ ഉറപ്പ് നൽകിയതാണ്. ഞങ്ങൾ ആ ഘട്ടത്തിലൊക്കെ തന്നെ ഇപ്പോൾ കമ്പനി ബോർഡുമായി ബന്ധപ്പെട്ടും വിരമിക്കൽ പ്രായം 58 നിന്ന് 60 ആക്കുന്നതുമായി ബന്ധപ്പെട്ടും കോഴിക്കോട് നടത്തിയ പത്രസമ്മേളനത്തിൽ അതിന്റെ വിവരാവകാശ നിയമപ്രകാരമുള്ള രേഖകൾ ഉൾപ്പെടെ കൊടുത്തു. KSRTCയിൽ 151 താൽക്കാലിക ജീവനക്കാർ ജോലി ചെയ്യുന്നതിന്റെ രേഖ ഉൾപ്പെടെ കൊടുത്തിട്ടാണെന്ന് പത്രസമ്മേളനം നടത്തിയത്. അപ്പോൾ അത് നിരന്തരമായി ഞങ്ങൾ ഇത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്, ഇന്ന് ഉന്നയിക്കുന്ന വിഷയമല്ല. ഈ സംസ്ഥാന ഗവൺമെന്റ് അവസാന സമയത്താണ് ഈ പറയുന്ന സ്ഥിരപ്പെടുത്തലിന് വേണ്ടി തയ്യാറായിക്കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെയാണ് സ്വാഭാവികമായും ഈ സ്ഥിരപ്പെടുത്തലിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്.